അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒഹാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മനക്കുടിയിലാണ്. അതിൻ്റെ പുറകിലാണ് ആ സ്ഥാപനം. ഒരുപക്ഷെ ഈ മനക്കുടി പ്രദേശവാസികളെല്ലാം തന്നെ, അരിമ്പൂരിൻ്റെ പഞ്ചായത്തിലുള്ള പ്രദേശവാസികളെല്ലാം തന്നെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന, കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്വല്ലറിയുടെ മുൻപിലാണ് എത്തിയിരിക്കുന്നത്. ഓണക്കാലമായാലും വിശേഷ അവസരങ്ങളാണെങ്കിലും ഒരു തരി പൊന്ന് എന്നൊരു സങ്കല്പത്തിലേക്കൊക്കെ മലയാളി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. നമുക്കറിയാം അരിമ്പൂർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അരിമ്പൂരിലെ പ്രദേശവാസികളെല്ലാം തന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്വല്ലറിയുടെ തലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം ഓണത്തിന് വലിയ ഓഫറുകളൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ഒരുക്കുന്നത്. 2ാം വാർഷികമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജ്വല്ലറിയുടെ. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? എന്തൊക്കെയാണ് ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട്? നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മാണ വിലയാണ് നമ്മൾ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നത്. അതോടൊപ്പം തന്നെ വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. ഡയമണ്ട് ആഭരണങ്ങളാണെങ്കിൽ 10% പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഈ ഓണത്തോടും നമ്മുടെ 2ാം വർഷവും കൂടിയാണ്. അപ്പോൾ എല്ലാ ഉപഭോക്താക്കൾക്കും നല്ലൊരു സർപ്രൈസിലുള്ള സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഓരോ പർച്ചേസിനും. ഇങ്ങനെ പഴയ ആ ഒരു ചിന്താഗതിയൊക്കെ ഒന്നും മാറിയില്ല. ആളുകൾക്ക് എന്ത് വിശേഷാവസരങ്ങൾക്കും ചെറിയൊരു തരി പൊന്ന് എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തി. അതെ. ഇപ്പോൾ എല്ലാവരും ഒരു തരി പൊന്നെങ്കിലും ഓണത്തിന് വാങ്ങാത്തവരായിട്ട് ആരുമില്ല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. എല്ലാവരും ഇപ്പോൾ നന്നായിട്ട് നമ്മൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്റ്റാഫുകളൊക്കെയാണ്, നമുക്ക് അവരുടെ ഓണവിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഓണമൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കാനായിട്ട് പറ്റുക? ഓണം തിരക്ക് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ആഘോഷിക്കാം. വീട്ടിലായിരിക്കുമല്ലേ? വീട്ടിൽ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. മക്കളെ ഇവിടെ തന്നെയാണോ? നാട്ടിൽ തന്നെയാണ്? പുറത്താണ്. ഭൂരിഭാഗം ആളുകളുടെയും മക്കളെല്ലാം പുറത്താണ്. അപ്പനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അവരിങ്ങനെ ഓണത്തിന് വരുന്നുണ്ടോ? ഇല്ല, ഇപ്രാവശ്യം ഇല്ല. ഇപ്രാവശ്യം നിങ്ങൾ 2 പേരും ഓണം? ഞങ്ങൾ 2 പേരും ഓണം. പേര്? ബാബു. നമസ്കാരമുണ്ട്. എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കം? എങ്ങനെയാണ് വീട്ടിലുള്ളത്? വീട്ടിലൊക്കെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓണത്തിൻ്റെതായ പൂക്കളം. മക്കളൊക്കെ? മക്കൾ ഒരാൾ 9-ല്, ഒരാൾ 6-ല് ഫുട്ബോൾ കളിക്കാനായിട്ട് പോയിരിക്കും. ഇപ്പോൾ എൻ്റെ പേര് ചൈത്ര. അപ്പോൾ ചേട്ടാ നമസ്കാരം. പേര്? നെൽസൺ. ഇവിടെ എത്ര നാളായിട്ടുണ്ടാവും? വീട്ടിലായിരിക്കുള്ളേ? വീട്ടിലെ ഭാര്യ, 2 മക്കൾ. ഓണാഘോഷമൊക്കെ എങ്ങനെയാണ് വീട്ടിൽ ഓണാഘോഷം? വീട്ടിൽ നമ്മൾ എല്ലാ ഇല വിരിച്ച് കറി വിഭവങ്ങളും പായസം എല്ലാ വിഭവങ്ങളും കൂടി നിലത്തിരുന്ന് ഊണിക്കും. എല്ലാ ദിവസവും മേശാമല കഴിക്കാറ്, നിലത്തിരുന്നിട്ട് കഴിക്കും. അതാണ് അന്നത്തെ ദിവസം നമ്മൾ നിലത്തിരി. കാരണം എനിക്ക് തോന്നുന്നു അതൊന്നും ഇപ്പോഴത്തെ തലമുറകൾക്ക് അത്ര പരിചയമില്ല അല്ലേ? ഇല്ല, ഇന്നത്തെ തലമുറയ്ക്ക് അവർക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ മേശം ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സമ്പ്രദായം പിന്തുടരുന്നവരാണ്. ശരിക്കും നിലത്ത് നമ്മൾ പായ വിരിച്ചിട്ട് അതിലുള്ള അല്ലേ, അതാണ് അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ഒരു സംഭവം. കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. വെറുതെ അല്ല നിരത്തിരിക്കണത്. എന്തായാലും സന്തോഷമുണ്ട്. ചേട്ടാ നമസ്കാരമുണ്ട്. പേരെന്താ? സ്ഥലം പുത്തമ്പടിയാന്ന് പറയും. കുറച്ച് ദൂരമുണ്ട്. ഈ ഒരു മേഖലയിൽ ചേട്ടൻ എത്ര ആളായിട്ടുണ്ടാവും? ഈ ജ്വല്ലറി മേഖലകളിൽ? ജ്വല്ലറി മേഖലയിൽ 10-20 വർഷത്തോളമായെങ്കിൽ കുറച്ച് ആളായിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ചിന്താഗതി, മലയാളിയുടെ ചിന്താഗതി, വിശേഷാവസരങ്ങൾ വരിക അങ്ങനെയുള്ളത് തന്നെ ഓണാഘോഷമാണെങ്കിലും മറ്റുള്ള വിശേഷാവസരങ്ങൾക്കൊക്കെ ചെറിയൊരു തരി പൊന്ന് എന്നുള്ള സങ്കല്പത്തിലേക്കൊക്കെ മാറിയില്ലേ? മാറിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനനുസരിച്ച് വെള്ളിക്ക് പ്രാധാന്യം മലയാളി കൊടുക്കുന്നുണ്ടോ? വെള്ളിക്ക് പ്രാധാന്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ വെള്ളി എടുക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 18 ക്യാരറ്റ് ഗോൾഡുകളുണ്ട്, അതുകൂടി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ആൾക്കാർ അതിലേക്കും കടന്നു വരുന്നുണ്ട്. എങ്ങനെയുണ്ട് വെള്ളിയുടെ കളക്ഷൻസ് ഒക്കെ ഇവിടെ? എങ്ങനെയാണ് വെള്ളിയുടെ കളക്ഷൻസ്? ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിള്ളേരുടെ ഐറ്റംസും ലേഡീസിനെ പറ്റിയ കമ്മലുകളും മോതിരങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട്. ജെൻസിനെ പറ്റിയ ചെയിനുകളും ഉണ്ട്. ഓണം കളറാവട്ടെ. ഓക്കെ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഞങ്ങൾ അരിമ്പൂരിൻ്റെ സ്പന്ദനമായ അരിമ്പൂർ ഗ്രാമവിഷൻ ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അരിമ്പൂരിൻ്റെ എന്താണ് ഓണവിശേഷം, ഓണത്തിന് എന്താണ് അരിമ്പൂർ ഒരുങ്ങിയിരിക്കുന്നത്, ഇതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമവിഷനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നല്ല രീതിയിലുള്ള വാർത്തകളും അതുപോലെ തന്നെ നല്ല ഇതിലെല്ലാം ചാനൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഗ്രാമവിഷനും അരിമ്പൂർ പഞ്ചായത്തിലെ എല്ലാ നിവാസികൾക്കും ഒഹാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഓണാശംസകൾ.
അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. അപ്പോൾ നമ്മൾ മനക്കൊടി സെൻറ്ററിലാണ് എത്തിയിരിക്കുന്നത്. മനക്കൊടി ഭാഗത്ത് നമുക്കുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഓണവിശേഷം എന്തായെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്നിരിക്കുകയാണ്. എന്താ ഈ ഓണത്തിൻ്റെ ഒരുക്കം അവിടെ വരെ ഒരുക്കൊക്കെ ആയി. വീട്ടിലായിരിക്കും ഉള്ളത്? വീട്ടില് പെണ്ണ്, മോൻ, മോള്. അപ്പോൾ ഓണം എങ്ങനെയാണ്? ഓണത്തിൻ്റെ ദിവസത്തെ പരിപാടികൾ എങ്ങനെയാണ്? ഓണത്തിന് സദ്യ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ വരും. വരും. പായസമൊക്കെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല? അതിൻ്റെ കൂടെ ഉണ്ടാവും. പേര് ജയ്സൺ. പരിപാടിയൊക്കെ നല്ല പരിപാടിയായിട്ട് പോകണു. ഓട്ടമൊക്കെ ഉണ്ട് ഇപ്പോൾ. വണ്ടിയില എല്ലാ പരിപാടിയും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മഴയായ കാരണം ഒരു ചെറിയൊരു കുറവായിരുന്നു ഓട്ടം. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വിലയില്ലേ, ഓട്ടമൊക്കെയായി. വീട്ടിലായിരിക്കുള്ളേ? വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഓണം എങ്ങനെയാ? ഒറ്റയ്ക്കാണോ? ഓണം ഒറ്റയ്ക്കല്ല, ചേട്ടൻ്റെ അവിടെയാണ്. അവിടെ പോയിട്ട് അടിച്ച് തകർക്കും. വിളിക്കും. ദിവസം എങ്ങനെ ഓണം ആഘോഷിക്കും? 2-3 ദിവസം 4 ദിവസം നമ്മുടെ പുലിക്കളി കഴിഞ്ഞിട്ടല്ലേ ഓണം കഴിയുള്ളൂ. പുലിക്കളി കാണാൻ പോവല്ലേ? അപ്പോൾ എല്ലാ കൊല്ലം പോകാറില്ല. എല്ലാം കഴിഞ്ഞ് രാത്രി തിരിച്ചെത്തും. രാത്രി അപ്പോഴേക്കും അങ്ങനെ വരും. കഴിയണോടുകൂടി 7:15-7:30 തകർക്കാണ്. അങ്ങനെ ചേട്ടൻ പോകാറില്ല പുലിക്കളിക്ക്? പിന്നെ അടിച്ചു പൊളിക്കണ് ഇനി ഇവിടുന്നാണ്. അപ്പോൾ എന്തായാലും ഉഷാറാവട്ടെ. ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. മനക്കൊടി പേട്ടരെ ഹാപ്പി ഓണം. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. അപ്പോൾ നമ്മൾ മനക്കൊടി, നമുക്കറിയാം അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച ടൂറിസം കേന്ദ്രമാണ് നമ്മുടെ പുള്ള് എന്ന് പറയുന്നത്. പുള്ളിൻ്റെ പ്രത്യേകത ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമവിഷനിലൂടെ എല്ലാം മനോഹരമായി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിച്ചതാണ്. ഓണം നാളിൽ തൊട്ട് പ്രത്യേകിച്ച് ഏതൊരു സമയത്തും നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ് ഈ പുള്ള് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ കൊട്ടവഞ്ചി സവാരി തൊട്ട് മറ്റെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കൊട്ടവഞ്ചിയുടെ ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളോടാണ് ചോദിക്കുക. ചേട്ടാ പേര്? ഷാജു. ഷാജുട്ടപ്പോൾ എത്ര നാളായി ഉണ്ടാവും? ഞാൻ 4-5 കൊല്ലത്തോളമായി. നമുക്കിപ്പോൾ മനക്കൊടി പുള്ളിലേക്ക് എത്തുന്ന കൊട്ടവഞ്ചി സവാരി അടക്കം എന്തെല്ലാമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ഏതൊക്കെയാണ്? അതായത് കൊട്ടവഞ്ചി സവാരി, പെഡൽ സവാരി അതൊക്കെ ഇല്ലേ? അത് ഏതൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചേട്ടോ. കൊട്ടവഞ്ചി ഉണ്ട്, ബോട്ടുണ്ട്, കയാക്കിംഗ് ഉണ്ട്. ഇതിന്റെ പൈസയൊക്കെ എങ്ങനെയാണ്? റേറ്റ് എങ്ങനെയാണ്? അത് റേറ്റ് 200 രൂപ ഒരു ട്രിപ്പ് പോയി വരാം. 4 പേരെ കയറ്റുള്ളൂ. അതിലും വിട്ട് കൂടുതൽ ആൾക്കാരെ കയറ്റില്ല. ഈ ഓണക്കാലമായി കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ്? തിരക്കൊക്കെ ഉണ്ടോ? ഓണക്കാലമായി നല്ല തിരക്കിൽ പോകാനുണ്ടോ? വളരെ തിരക്കുണ്ട്. ഏറ്റവും സുരക്ഷിതമാണ്. ഒപ്പം തന്നെ അതിനുള്ള എല്ലാവിധ ലൈഫ് ജാക്കറ്റ് അടക്കം എല്ലാം തന്നെ ക്രമീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സവാരിയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഓണക്കാലത്ത് അല്പസമയം വിനോദത്തിനായിട്ട് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് അരിമ്പൂർ നിവാസികളെല്ലാം തന്നെ ഇവിടെ നിറയുമെന്ന് ഉറപ്പാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം പേര് ഇവിടേക്ക് ഒഴുകിയെത്തും. ഓണം ഒരു കളറാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ പുള്ളിലെ മനോഹാരിത. അപ്പോൾ ഓണം ആസ്വദിക്കുക. കൊട്ടവഞ്ചി സവാരി അടക്കമുണ്ട്, പെഡൽ ബോട്ടുകളുണ്ട്, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. ഇനി ഒന്നും വേണ്ട, നല്ല നാടൻ തട്ടുകടയിലെ ഭക്ഷണമാണ് ഓണം കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൻ്റെ 2 ഭാഗത്തും നല്ല നാടൻ തട്ടുകടകളുണ്ട്. ഇനി അതല്ല, കുറച്ചുകൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ലൊരു താമരപ്പാടമുണ്ട്. അങ്ങനെ ഒന്നും വേണ്ട, നിശബ്ദമായിട്ട് വന്ന് ഇരുന്ന് ചുറ്റുപാടുകളൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ധാരാളം സ്ഥലമുണ്ട് അല്ലേ? എല്ലാം കൊണ്ടും അടിപൊളിയല്ലേ? അടിപൊളി. അപ്പോൾ അടിപൊളിയായി തീരട്ടെ. മറ്റുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിക്കുകയാണ്. ഓണം കളറാവട്ടെ. അരിമ്പൂരിലെ ഓണവിശേഷം
നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. അപ്പോൾ നമ്മൾ കുന്നത്തങ്ങാടി അവാക് എന്നതിൻ്റെ ഷോറൂമിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയണം. ഇതാ ഓണത്തെ വരവേൽക്കാനായിട്ട് അവർ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. തൃക്കാക്കരപ്പനെയൊക്കെ നേരത്തെ തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് അകത്ത് കയറിയിട്ട് കാണാം. അപ്പോൾ മനോഹരമായ വസ്ത്രങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓണക്കാലത്തിന് ഏറ്റവും മികവാർന്ന വസ്ത്രങ്ങൾ കുന്നത്തങ്ങാടിയിലുള്ള ഒരു ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഓഫറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കുറിയും ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നല്ല ഒരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഈ തവണ ഗംഭീര ഗിഫ്റ്റും ഓണ നറുക്കെടുപ്പും എല്ലാം ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഓണം എങ്ങനെ, എവിടെ വരെ, എന്താ പേര്? സ്ഥലം എവിടെയാണ്? ഓണത്തിന്റെ തിരക്കൊക്കെ ആയി തുടങ്ങിയോ? ആയി തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലാണ് തന്നെയാണ് ഓണത്തിന്റെ ഒരുക്കത്തിന്റെ ഒരു മൂടായോ? ഓണം ഗംഭീരമായിട്ട് നടത്താൻ ആഘോഷിക്കാനും ഇരിക്കുകയാണ്. പിന്നെ അവാക്ക് ഇവിടെ ഉള്ളിടത്തോളം കാലം നല്ല റീസണബിൾ പ്രൈസിലാണ് എല്ലാ സാധനങ്ങളും വിറ്റഴിക്കുന്നത്. വിപണിയിൽ ഇറങ്ങുന്ന ആ ഒരു ഫാഷന്റെ വെറൈറ്റികളെല്ലാം തന്നെ അപ്പോൾ കിട്ടുന്നുണ്ട്. ഫാഷൻസ് ഇവർ അന്നേരം തന്നെ കൈയോടെ പോയി അതെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് റീസണബിൾ പ്രൈസിൽ കസ്റ്റമേഴ്സിന് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ ചെയ്യും. എന്താ മാമിന്റെ പേര്? എൻ്റെ പേര് അനുന്ന്. സ്ഥലം എവിടെ? ഞാനിവിടെ മനക്കുടി തന്നെയാണ്. ഓണത്തിന്റെ ഒരുക്കം എങ്ങനെ, വീട്ടിലെങ്ങനെ? ഗംഭീരമായിട്ട് പോണു. വസ്ത്ര സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകുന്ന ഏറ്റവും മികച്ച വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്. വീട്ടിലെങ്ങനെ ഓണത്തിന്റെ സംഭവങ്ങൾ എങ്ങനെ? ഓണം എല്ലാവരും കുട്ടികളും മക്കളും എല്ലാവരും വരും. ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടും. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഓണം അടിച്ച് തകർക്കും. ഓണത്തിന്റെ ഒരു മൂഡിലാണോ? അതെ. വീട്ടിലായിരിക്കും ഉള്ളത്? വീട്ടില് മക്കളുണ്ട്, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. ഓണത്തിന് എങ്ങനെയാണ് നിങ്ങൾ ടൂർ അങ്ങനെ വല്ലതൊക്കെ പ്ലാൻ ഉണ്ടോ? ഈ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഒരു സീസൺ നല്ല തിരക്കല്ലേ, അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ടൂർ. കടയുടെ തിരക്ക് കഴിഞ്ഞിട്ടായിരിക്കും. ഇത് തന്നെയാണ് നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഒരു ഓണക്കോടികളൊക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ മാറുന്ന ഫാഷൻ അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ എന്തായാലും കുന്നത്തങ്ങാടിയിൽ ഷോപ്പിലുണ്ട്. അപ്പോൾ കടന്നു വരിക, ആവോളം ഓണം ആസ്വദിക്കുക. എന്തായാലും ഒരു ഹാപ്പി ഓണം കൊടുക്കുക അല്ലേ എല്ലാ പ്രേക്ഷകർക്കും അവാക്കിൻ്റെ വകയും ഞങ്ങളുടെ വകയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മറ്റുള്ള അതിഥികളിലേക്കൊക്കെ ഞങ്ങൾ കടന്നു പോവുകയാണ്. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. എങ്ങനെ ഈ ഓണത്തിന്റെ തിരക്ക് എങ്ങനെ? കുഴപ്പമില്ല. എന്താ പേര്? ഗോപി. ഓണത്തിന് വീട്ടിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തോ? ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ ഈ ഓണത്തിന്റെ ഒരുക്കങ്ങൾ ഉടൻ വരെയായി? ഓണം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. വണ്ടിക്ക് ഓട്ടൊക്കെ അടിപൊളി ഓട്ടാണ് ഇപ്പോൾ ഇവിടെ, നന്നായി പോകുന്നുണ്ട്. വീട്ടിലെ ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉടൻ വരെ അതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങള്. അടിച്ചു പൊളിച്ച ആഘോഷം. അടിച്ചു പൊളിച്ച ആഘോഷമാണ്. അന്നത്തെ ദിവസം അവധിയല്ലേ? അന്നത്തെ ദിവസം അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആരും പോലില്ലല്ലോ. അങ്ങനെ സ്വസ്ഥം വീട്ടിലിരിക്കുക. അപ്പൊ പേര്? പോള്. പോളയുടെ എങ്ങനെയാ ഓണത്തിന്റെ ഒരുക്കം? ഓണത്തിന് അടിച്ചു പൊളിക്കാൻ. അന്നത്തെ ദിവസം അവധിയാണോ? അന്നത്തെ ദിവസം ഉച്ചവരെ അവധി. അടിച്ച് തകർക്കാല്ലേ? ഉച്ചവരെ ഉണ്ട്. അതിനുശേഷം വീട്ടിലായിരിക്കും ഉള്ളേ? ഭാര്യ 2 പിള്ളേർ. എല്ലാരും വീട്ടിലുണ്ടാവില്ല അന്നത്തെ ദിവസം? അന്നത്തെ ദിവസം എങ്ങനെയാ വല്ല പുറത്ത് കറക്കാൻ? അതിന്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലങ്ങോട്ട് ദിവസമായിട്ടിരിക്കുക. ഓഫാവോ? ഓഫാക്കണം. വണ്ടി ഓഫാക്കണ കാര്യമാണോ? ഞാനോ? എന്തായാലും കുഴപ്പമില്ല, രണ്ടാണെങ്കിലും ഓഫാവൂന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ മറ്റുള്ള അതിഥികളിലേക്കൊക്കെ പോവുകയാണ്. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. ഓണത്തിന് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഓണത്തിരക്കുകളുടെ ഇടയിൽ ഈ സദ്യ ഒന്നും ഒരുക്കാനായിട്ട് സാധിക്കാറില്ല. പക്ഷേ കുന്നത്തങ്ങാടിയിലെ നമ്മുടെ കൊച്ചൂസ് ഫുഡിൽ ഈ കുറി ഓണസദ്യ ഒരു പാക്കേജായിട്ട് ഒരുക്കിയിട്ടുണ്ട്. 5 പേർക്കുള്ള ഒരു കിറ്റാണ് വരുന്നത്. ഈ 5 പേർക്കുള്ള കിറ്റിൽ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾക്ക്, അതായത് ഓണസദ്യക്കുള്ള സാമ്പാർ, അവിയൽ, കാളൻ, തോരൻ, പുളിയിഞ്ചി, നാരങ്ങ, എരിശ്ശേരി, പൈനാപ്പിൾ കറി, സ്റ്റൂ, രസം, മോര്, ശർക്കര വരട്ടി, കായവറവ്, ഇല, ഗ്ലാസ് അടക്കം 2 തരം പായസമുണ്ട് അല്ലേ? പാലട,
ഒപ്പം തന്നെ ഗോതമ്പ് പായസവും. ഇതിനായിട്ട് ഒരുക്കിയിരിക്കുന്ന 5 പേർക്ക് 2000 രൂപയാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 10:30 മുതൽ 12 മണി വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സദ്യവട്ടങ്ങളിൽ ഒരുക്കുവാൻ വീടുകളിൽ തിരക്കുള്ളവർക്ക് ഇതൊക്കെ പ്രയോജനപ്പെടുത്താം. നമുക്കിത് ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ ആ ഒരു തിരക്കൊക്കെ വന്നു തുടങ്ങിയോ? ഓണത്തിൻ്റെ തിരക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ അത്തം കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ ഒരു അനക്കം കൂടി വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രാവശ്യം ഓർഡറുകളൊക്കെ എങ്ങനെയാണ്? ഓർഡറുകൾ ഇപ്പോൾ ഇവിടെ ഓണസദ്യയുടെ ഓർഡർ ഇപ്പോൾ 3 കടയുണ്ട്. കോളേജിലുണ്ട്, സിവിൽ ലൈനിലുണ്ട്. അതിപ്പോൾ ഓർഡർ എടുത്തോണി. അതിപ്പോൾ ഇന്ന് ഈ 2-3 ദിവസമായിട്ടാണ് ഇപ്പോൾ അത് കൂടുതലായിട്ട് ഓർഡറുകൾ വരിക. പിന്നെ തൃശ്ശൂർ നഗരത്തിലുള്ള ആളുകൾക്ക് കിട്ടാനായിട്ട് എവിടെയാണ് ക്രമീകരിക്കുക? സിവിൽ ലൈനിൽ ഒളരിയിലുണ്ട്. ഒളരിയിലാണ് ഫസ്റ്റ് തുടങ്ങിയത്. പിന്നെ സിവിൽ ലൈൻ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ തുടങ്ങിയത്. ഇത് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? നമ്മൾ ഇലയടക്കം കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. വീസർ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് മനക്കോടിയിൽ കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. അത് അവിടെ അനിയനാണ് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിത് കണ്ടെയ്നറിലാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ? സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് അത് ഇപ്പം ഇവിടുത്തെ ഓർഡർ ഈ കടയിൽ തന്നെ കൊടുക്കും. ഒളരിയിലത്തെ ഓർഡർ ഒളരി കടയിൽ, അങ്ങനെ 3 കടയിലായിട്ടാണ് കൊടുക്കുന്നത്. കാറ്ററിങ്ങിൻ്റെ ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട്, വേറെ കൊടുക്കുന്നുണ്ട്. ഇന്ന് പേപ്പറിലിട്ടുണ്ട്. അവിടെ കൊടുക്കും. എത്ര മണി മുതൽ എത്ര മണി വരെ? 10:30 തൊട്ട് 12 മണി വരെ. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓണസദ്യ മാത്രമല്ല കേട്ടോ, അതല്ലാതെ കൊച്ചൂസിൻ്റെ ഫുഡ് എല്ലാം ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. വേറെ അല്ലാതെ ഈ നോൺ ഐറ്റംസ് ഇവിടെ സാധാരണ കാലത്ത് 12 മണി മുതൽ രാത്രി 10 മണി വരെയാണ് വർക്കിംഗ്. 2 ഷിഫ്റ്റാണ്. 12 മണി തൊട്ട് 5 മണി വരെ ഷിഫ്റ്റ്, 5 മണി തൊട്ട് 10 മണി വരെ ഒരു ഷിഫ്റ്റ്. അതിലിപ്പോൾ ഫ്രൈ ഐറ്റംസ് ചിക്കൻ 65, പോർക്ക് ചില്ലി, ബീഫ് ഫ്രൈ, പോർക്ക് ഫ്രൈ, പിന്നെ ഗോബി 65, കറികൾ ചിക്കൻ റോസ്റ്റ്, ചില്ലി ചിക്കൻ, ബീഫ് കായ, മീൻകറി, എഗ് റോസ്റ്റ്, വെജിറ്റബിൾ ആയിട്ടുള്ള സോയ, ചില്ലി ഗോബി, ഡ്രാഗൺ ഗോബി മഞ്ചൂരിയൻ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പിന്നെ ചപ്പാത്തി, പൊറോട്ട, റൈസ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി റൈസ്, ചിക്കൻ ബിരിയാണി, എല്ലാ ഐറ്റങ്ങളും. എനിക്ക് തോന്നുന്നു ഓണത്തിന് മാത്രമല്ല കേട്ടോ, മറ്റുള്ള സമയങ്ങളിൽ നമ്മളൊക്കെ വീട്ടിലെ വിശേഷ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടക്കുകയാണെങ്കിൽ ഫുഡിനെ കുറിച്ച് ടെൻഷൻ വേണ്ട, കൊച്ചൂസും ഉണ്ട്. അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ മറ്റുള്ള അതിഥികളിലേക്കൊക്കെ വേഗം ഒന്ന് ഓടിയെത്തിയാണ്. അരിമ്പൂരിൻ്റെ ഓണവിശേഷങ്ങളിലൂടെ സഞ്ചരിക്കുക. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു, ആസ്റ്റർ ലാബ്സ്, കുന്നത്തങ്ങാടി, തൃശ്ശൂർ. നമ്മൾ പൂക്കളം ഇല്ലാതെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല. 50 രൂപയുടെ കിറ്റാണ് എല്ലായിടത്തും ഇപ്പോൾ ഈ പൂക്കൾ വിപണിയിൽ കൊടുത്തത്. ഇവിടെ എങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 50 രൂപ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കിറ്റിന്. പൂവിനൊക്കെ പൊതുവെ വില കൂടുതലാണ്. എന്നിരുന്നാൽ പോലും കഴിയാവുന്ന തരത്തിൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മൾ അത്തം മുതലുള്ള ആ തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഓണം എന്ന രീതിയിലുള്ള തിരക്ക് എത്തിയിട്ടില്ല. സത്യത്തിൽ അത് വരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള, അതായത് ഇതെല്ലാം തന്നെ അന്യ സംസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്. പ്രാദേശികമായിട്ട് അങ്ങനെ വല്ല പൂക്കൾ വല്ലതും കിട്ടുന്നുണ്ടോ? പ്രാദേശികമായിട്ടുള്ള പൂവാണ് ഇതൊക്കെ. നമ്മൾ ഈ ഇലകളൊക്കെ നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള തുമ്പപ്പൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രാദേശിക പൂക്കൾ ഇവിടെ ഉണ്ടാവും. എത്ര നാളായി ചട്ടണി രംഗത്ത്? ഇതിപ്പോൾ ഈ ഓണം ഇതായിട്ട് 10 ദിവസത്തെ കച്ചവടം മാത്രം. എന്ത് ചെയ്യട്ടെ ചേട്ടാ? ശരിക്കും ഞാൻ തട്ടുകടയാണ്, ഫാസ്റ്റ് ഫുഡിൻ്റെ പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആണ് ഈ ഒരു സീസണിലേക്ക് മാറുകയാണ്. എന്നാലും നമുക്കറിയാൻ പറ്റും മഞ്ഞ ചമ്മന്തിയും റോസ് ചമ്മന്തിയും എല്ലാം മനോഹരമായ പൂക്കളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു കാലത്ത് സുലഭമായിരുന്ന പൂക്കളാണ് ഈ പൂക്കളെല്ലാം. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇത്തരം പൂവുകൾ കുറവാണ്. ഇപ്പോൾ വളരെ കുറവാണ്. തുമ്പ തന്നെ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത് കാര്യങ്ങൾ. എന്തായാലും ഇതാണ് ഓണത്തിൻ്റെ പൂക്കൾ വിപണികളിൽ നിന്ന് പറയാനുള്ള. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സതീഷ് ചേട്ടനാണ്. അപ്പോൾ ഞങ്ങൾ മറ്റുള്ള കാഴ്ചകളിലേക്കൊക്കെ കടന്നു പോവുകയാണ്. ഹാപ്പി ഓണം. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു, ആസ്റ്റർ ലാബ്സ്, കുന്നത്തങ്ങാടി, തൃശ്ശൂർ.